അജിത് പവാറിന്റെ മരണശേഷം NCPയിൽ പലതും നടക്കുന്നുണ്ട് കേട്ടു. നമ്മൾ പ്രതീക്ഷിച്ചത് അജിത് പവാറിനോടൊപ്പം നിന്ന പ്രഫുൽ പട്ടേലിനോടൊപ്പം നിന്ന NCPയിലെ ആളുകളുണ്ടല്ലോ, യഥാർത്ഥത്തിലുള്ള NCP ആയിട്ട് കോടതി വിധിച്ച NCP ശരത് പവാറിന്റെ പക്ഷത്തേക്ക് മടങ്ങുമെന്നുള്ളതാണ്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ച. റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. ഇന്ത്യ സഖ്യത്തിന് വീണ്ടും തിരിച്ചടി. ശരത് പവാർ വിഭാഗം NDAയിലേക്ക് പോകുന്നു. അജിത് പവാർ വിഭാഗവുമായി ലയിക്കും. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. സുപ്രിയ സുലെ കേന്ദ്രമന്ത്രിയുമാകും. ഫെബ്രുവരി 8 ലയനം പ്രഖ്യാപിക്കാനിരിക്കെയാണ് അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ മാരിക്കാരൻ, വെരി ഗുഡ് മോർണിംഗ് നോബൽ മാരിക്കാരൻ. നമ്മൾ പ്രതീക്ഷിച്ചത് അജിത് പവാറിന്റെ മരണശേഷം നയിക്കാൻ ആരുമില്ലാതെ യാദവകുലം പോലെ ഒടുവിൽ ഈ തിരിച്ച് ശരത് പവാറിന്റെ വീട്ടിലേക്ക് ഈ NCP MLA മാർ വന്നു ചേരുമെന്നാണ്. പക്ഷേ ശരത് പവാറിനോടൊപ്പം ഉണ്ടായിരുന്ന NCP സുപ്രിയ സൂലെ അടക്കമുള്ളവർ തിരിച്ച് ഇപ്പോൾ NDA ക്യാമ്പിലേക്ക് പോകുന്നതാണല്ലോ കാണുന്നത്. പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണോ സംഭവിക്കുന്നത്? നോബൽ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. മഹാരാഷ്ട്രയിൽ NCP രാഷ്ട്രീയം എന്താണെങ്കിലും കലങ്ങിത്തെറിയാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രധാനമായും അജിത് പവാറും ശരത് പവാറും ഈ മരണത്തിന് മുമ്പ് തന്നെ, അജിത് പവാറിന്റെ മരണത്തിന് മുൻപ് തന്നെ ഏറെക്കുറെ ഒരു ധാരണയിൽ എത്തിയിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷനിൽ തന്നെ പലയിടത്തും അവർ ഒരുമിച്ചാണ് മത്സരിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇവിടെയും സഖ്യം ഉണ്ട്. അതിന് പിന്നാലെ ഫെബ്രുവരി 8 അജിത് പവാർ ശരത് പവാർ വിഭാഗം ഒരുമിച്ച് ലയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ശരത് പവാറുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വിമാന അപകടം ഉണ്ടാവുകയും അജിത് പവാർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. അതായത് NCP എന്ന് പറയുന്ന പാർട്ടി രണ്ടായി പിളർന്നു നിൽക്കുന്നത് വലിയ തരത്തിൽ അവർക്ക് ദോഷം ചെയ്യും, പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് ദോഷം ചെയ്യുമെന്ന് രണ്ട് നേതാക്കളും മനസ്സിലാക്കിയിരുന്നു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലോക്സഭയിൽ NCP ശരത് പവാർ വിഭാഗത്തിനാണ് 8 MP ഉള്ളത്. ഒരു MP മാത്രമാണ് അജിത് പവാർ വിഭാഗത്തിനുള്ളത്. അതേസമയം നിയമസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ അജിത് പവാറിന്റെ NCPക്കാണ് ശക്തി കൂടുതൽ, ശരത് പവാർ ശക്തി കുറവാണ്. സ്വാഭാവികമായും ഈ രണ്ട് കക്ഷികൾ ഒന്നിക്കുമ്പോൾ, ശരത് പവാർ അജിത് പവാർ ഒന്നിക്കുമ്പോൾ ലോക്സഭയിലും അതോടൊപ്പം സംസ്ഥാന നിയമസഭയിലും ഒരുപോലെ ബലം വർദ്ധിക്കുകയാണ്. ലോക്സഭയിൽ നിലവിൽ ഒരു MP മാത്രമുള്ള NCPക്ക് സുപ്രിയ സുലെ അടക്കമുള്ള 8 MP ശരത് പവാർ വിഭാഗത്തിൽ എത്തുന്നത് കൂടി അവിടെ കൂടുതൽ ശക്തിയാവും. അതോടെ 9 MP സ്വാഭാവികം അവർക്കൊരു കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിക്കും. ആ കേന്ദ്ര മന്ത്രിസ്ഥാനം സുപ്രിയ സുലേക്ക് നൽകും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിൽ NCP കൂടുതൽ ശക്തി പ്രാപിക്കും. പ്രത്യേകിച്ച് NCP അജിത് പവാർ വിഭാഗത്തിലാണ് കൂടുതൽ MLA ഉള്ളത്. സ്വാഭാവികം ശരത് പവാർ കൂടി ഒന്നിക്കുമ്പോൾ അവിടെ മന്ത്രിസഭാ പുനഃസംഘടന ശരത് പവാറുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ മന്ത്രിസഭയിൽ എത്തും. ഇങ്ങനെ ഒരു നീക്കുപോക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അതിനിടയിലാണ് ഇപ്പോൾ വലിയ ദുരന്തം ഉണ്ടാവുകയും അജിത് പവാർ മരിക്കുകയും ചെയ്തത്. പക്ഷേ ആ മാറ്റങ്ങൾ ഇല്ല, ചർച്ചകൾ ഇനിയും തുടരുകയാണ് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. എന്താണെങ്കിലും സുനേത്ര പവാർ, അതായത് അജിത് പവാറിന്റെ ഭാര്യ എത്രയും വേഗം ഉപമുഖ്യമന്ത്രിയാക്കും. അതിന് പിന്നാലെ NCP ലയനം ഉണ്ടാകും. നിലവിൽ ഇന്ത്യ സഖ്യത്തിന് ഒപ്പമുള്ള ശരത് പവാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി ഒരു ചെറിയ അകൽച്ചയിലുമാണ്. NCPക്കൊപ്പം നിൽക്കുന്ന ശരത് പവാർ കൂടി ഇപ്പോൾ NDAയുടെ ഭാഗമായി മാറുന്നതോടെ NCP പൂർണ്ണമായും NDAയ്ക്ക് ഒപ്പം പോകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും അവർക്ക് ഗുണമുണ്ട്, അതോടൊപ്പം കേന്ദ്രത്തിലും അവർക്ക് ഗുണം ലഭിക്കും. ആ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ട്. അതായത് ശരത് പവാർ വിഭാഗം പൂർണ്ണമായും ഇപ്പോൾ NCP അജിത് പവാറിനൊപ്പം പോകുന്നതോടെ ആ പാർട്ടി വീണ്ടും പഴയ പോലെ തന്നെ ഒന്നാകുന്നു. ഒരു കുടുംബവും അപ്പം പാർട്ടിയും ഒന്നാകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയം അങ്ങ് തിളച്ചു മറിയുകയാണ് എന്ന് വേണം പറയാൻ. വലിയ മാറ്റങ്ങളൊന്നും ഇതെന്താണെങ്കിലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് BJP സംബന്ധിച്ച് NDA സംബന്ധിച്ച് ലോക്സഭയിൽ MP എണ്ണത്തിൽ വർധനവ് ഉണ്ടാകും എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അജിത് പവാറും ശരത് പവാറും ഒരുമിച്ച് നിന്ന ഒരു കാലഘട്ടമുണ്ട് NCP. അത് NCPയുടെ ഏറ്റവും ശക്തിയുള്ള കാലഘട്ടമായിരുന്നു. ആ ശക്തിയിലേക്ക് വീണ്ടും ആ പ്രതാപത്തിലേക്ക് NCPക്ക് മടങ്ങിപ്പോകാൻ ഈ ലയനം ആവശ്യമാണ് എന്നാണ് ഇരുവിഭാഗവും പറയുന്നത്. ഇരുവിഭാഗത്തിലെ നേതാക്കൾ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ വീണ്ടും തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസുമായി പ്രഫുൽ പട്ടേൽ അടക്കമുള്ള ആളുകൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ബരാമതിയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ്. എന്താണെങ്കിലും ശരത് പവാർ കൂടി NDAയുടെ ഭാഗമാകുന്നതോടെ അവിടെ NCPക്ക് കൂടുതൽ ശക്തിയാകും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് ലോക്സഭയിൽ MP എണ്ണത്തിൽ വർധനവും ഉണ്ടാകും. അരുൺ, ഓക്കെ, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് കഷ്ടം. ഇന്ത്യ മുന്നണി എന്ന ആശയം തന്നെ കൊണ്ടുവന്ന ഒരാൾ ആദ്യം തന്നെ NDAയിൽ പോയി. ഇന്ത്യ മുന്നണിയിലെ ബാക്കിയുള്ള ഘടകകക്ഷികളുമായിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധി ചുമതലപ്പെടുത്തിയ ആളാണ് ശരത് പവാർ. ആ ശരത് പവാറിനോടൊപ്പം നിന്നവരും ഇപ്പോൾ അജിത് പവാറിന്റെ ഭാഗം ആദ്യം പോയി, ബാക്കിയുള്ള ആൾക്കാരും കൂടി ഇപ്പോൾ ഇറങ്ങിപ്പോയി. എല്ലാവരും NDA ക്യാമ്പിലേക്കാണ് ചെന്ന് കയറുന്നത്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവം. ബാരാമതിയിൽ NCP എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പവാർ ഫാമിലി ബിസിനസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനെ ലഘൂകരിക്കാൻ കഴിയില്ല. കാരണം ബാരാമതിയിൽ നിന്നൊക്കെ എങ്ങനെയാണ് അജിത് പവാർ ഉയർന്നു വന്നത് എന്നുള്ളത് നമുക്കറിയാം.